നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് LDF മന്ത്രിസഭയിലേക്ക് 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. LDF മുന്നണിയിലെ ധാരണ പ്രകാരം രാജിവെച്ച് ഒഴിഞ്ഞ ആന്റണി രാജുവിന്റെയും അഹമ്മദ് ദേവർകോവിലിന്റെയും വകുപ്പുകളിലേക്ക് KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും യഥാക്രമം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. വൈകുന്നേരമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്ന് പ്രഭാത കേരളത്തിൽ നിയുക്ത മന്ത്രിമാർ നമുക്കൊപ്പം ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരിലേക്ക് എത്താം. അതാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്താ ചിത്രമായി നമുക്ക് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അന്തരിച്ച നടനും രാഷ്ട്രീയ നേതാവുമായ തമിഴകത്തിന്റെ ക്യാപ്റ്റനായ വിജയകാന്തിന്റെ പൊതുദർശന ചടങ്ങുകൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ അപമര്യാദയായി പെരുമാറിയ സുരേഷ് ഗോപിക്കെതിരായ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കുകയാണ്. ഇതടക്കമുള്ള ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഈ വാർത്തകളിലേക്ക് വിശദമായി എത്താം. അതിനു മുമ്പായി നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത തലക്കെട്ട്. വാർത്തകളിലേക്ക് വിശദമായി കടക്കുമ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതുതന്നെയാണ് ഈ ദിവസത്തിലെ പ്രധാന വാർത്തയായി നമുക്ക് മുന്നിലുള്ളത്. രാജ്ഭവനിൽ വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കക്ഷി നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. പ്രതിപക്ഷം ബഹിഷ്കരിക്കും. 3ാം തവണയാണ് 2 പേരും മന്ത്രിമാരാകുന്നത്. സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗതാഗത വകുപ്പ് തന്നെയാകും ഗണേഷ് കുമാറിന് ലഭിക്കുക. തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളി 2ാം പിണറായി മന്ത്രിസഭയിലും എത്തും. സർക്കാർ ഗവർണർ പോര് രൂക്ഷമായിരിക്കെ മുഖ്യമന്ത്രിയും ഗവർണറും നേരിൽ കാണുകയും വേദി പങ്കിടുകയും ചെയ്യുന്നു എന്ന പ്രത്യേകതയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറുടെ ചായ സൽക്കാരവും ഉണ്ടാകും. അപ്പോൾ ഈ നിയുക്ത മന്ത്രിമാരെ പറ്റിയിട്ടുള്ള ഒരു പ്രൊഫൈലിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഒരു സിനിമാ കഥ പോലെ തന്നെ സസ്പെൻസും ത്രില്ലറും നിറഞ്ഞതാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം. മുമ്പ് UDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന അനുഭവ സമ്പത്തുമായാണ് ഗണേഷ് ഇപ്പോൾ LDFന്റെ മന്ത്രിയാകുന്നത്. വിവാദങ്ങൾക്കും കുറവില്ല. അഭ്രപാളിയിൽ നായകനും പ്രതിനായകനുമായിരുന്നു ഗണേഷ് കുമാർ. രാഷ്ട്രീയത്തിൽ ഒന്നൊന്നൊഴിയാതെ വിവാദങ്ങൾ. മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കവും ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവും. KB ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ തോൽവിയെന്തെന്നറിഞ്ഞിട്ടില്ല. പിതാവ് R ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയായി രംഗപ്രവേശം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്ന് നിയമസഭാംഗമായതോടെയാണ് ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ച നിയമസഭാംഗമായി. 2 തവണ മന്ത്രിയായിരുന്നു. 2001 AK ആന്റണി നയിച്ച UDF മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് 2003 പിതാവ് R ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാവാൻ വേണ്ടി രാജിവെക്കുകയായിരുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് വിവാദങ്ങൾക്ക് പിന്നാലെ 2013 രാജിവെച്ചു. UDF വിട്ട് 2016 LDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് കളത്തിലിറങ്ങി. സിനിമാ രംഗത്തെ സഹപ്രവർത്തകൻ ജഗദീശനെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയെയും തോൽപ്പിച്ചു. പിതാവിന്റെ മരണശേഷം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി. വ്യക്തിപരമായതും രാഷ്ട്രീയപരവുമായ വിവാദങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടരുമ്പോൾ ഗണേഷ് കുമാറിന് ഒന്നേ പറയാനുള്ളൂ:
ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് ദയവേത് ഉപദ്രവിക്കരുത്. കാരണം ഞാനൊന്നിനുള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കണ്ണൂരുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട നേതാവാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. പാട്ടുപാടിയും വോട്ട് പിടിച്ചും ലോക്സഭയിലും നിയമസഭയിലും ശബ്ദമായത് നിരവധി തവണ. വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലും 1-ാം പിണറായി മന്ത്രിസഭയിലും ഇപ്പോൾ 2-ാം മന്ത്രിസഭയിലും കോൺഗ്രസുകാരനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കടന്നപ്പള്ളി 3 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തെ ഉറച്ച കണ്ണൂർ കോട്ടയാണ്. സാക്ഷാൽ ഇ.കെ. നായനാരെ കാസർകോടിന്റെ മണ്ണിൽ മലർത്തിയടിച്ച കെ.എസ്.യുവിന്റെ തീപ്പൊരി നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിലെത്തുമ്പോൾ പ്രായം വെറും 26. അത് 1971. കേരള രാഷ്ട്രീയത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അന്നും ഇന്നും ആദ്യം ഓർക്കുന്നതും ഈ അംഗമാണ്. 77-ലും ആവർത്തിച്ചു വിജയം. തോറ്റത് എം രാമണ്ണറെ. തെരഞ്ഞെടുപ്പും ജയവും തോൽവിയും ഒന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പുത്തരിയല്ല. 1980-ൽ ഇന്ദിരാ കോൺഗ്രസിനോട് കലഹിച്ച കോൺഗ്രസ് സെക്കുലറായി. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ രാഷ്ട്രീയവുമായി 1980-ൽ ഇരിക്കൂറിൽ നിന്ന് നിയമസഭയിലെത്തി. പിന്നാലെ തുടർച്ചയായ 3 തോൽവികളും ഏറ്റുവാങ്ങി. പിന്നെ ജയിച്ചത് 2006-ൽ എടക്കാട്ട് നിന്ന് നിയമസഭയിലേക്ക്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 1996-ൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ നേർചിത്രമായിരുന്നു 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇടതുമുന്നണിക്കും കടന്നപ്പള്ളിക്കും പ്രസ്റ്റീജ് മത്സരമായിരുന്നു കണ്ണൂരിലത്. 96-ൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കടന്നപ്പള്ളിയെ തോൽപ്പിച്ച എ.പി. അബ്ദുള്ളക്കുട്ടി തന്നെ എതിർ സ്ഥാനാർത്ഥി. കണ്ണൂർ കോട്ട ചുവപ്പിച്ച കടന്നപ്പള്ളി മണ്ഡലം തിരിച്ചുപിടിച്ചു. 2021-ലെ വരവ് സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ചായിരുന്നു. മന്ത്രി പദവിയിൽ ഇത് 3-ാം തവണയാണ്. ആദ്യം വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ദേവസ്വമായിരുന്നു വകുപ്പ്. 1-ാം പിണറായി മന്ത്രിസഭയിൽ തുറമുഖം. പുനഃസംഘടനയിലൂടെ 2-ാം പിണറായി മന്ത്രിസഭയിൽ 2-ാം പകുതിയിൽ വീണ്ടും മന്ത്രിയായെത്തുകയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. കോൺഗ്രസുകാരനായി തുടങ്ങി. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റായി. പിന്നെ കലഹിച്ച് പിളർന്ന് കോൺഗ്രസ് വിട്ടു. ഒപ്പമിറങ്ങിപ്പോന്ന എ.കെ. ആന്റണി അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയപ്പോഴും ഇടതു തന്നെയായിരുന്നു കടന്നപ്പള്ളിയുടെ പക്ഷം. എന്നും ഇടതുമുന്നണിയുടെ ഏറ്റവും വിശ്വസ്തനായ ഘടകകക്ഷി നേതാവ്. അംഗബലം കൊണ്ട് ചെറുതാണ് പാർട്ടിയെങ്കിലും ജനസമ്മതിയിലെ വലിപ്പമാണ് പാട്ടുകാരൻ കൂടിയായ കടന്നപ്പള്ളിയുടെ രാഷ്ട്രീയ നേട്ടങ്ങളുടെ കരുത്ത്. റിസർച്ച് ഡെസ്ക് ന്യൂസ് 18. നിയുക്ത മന്ത്രി കെ.വി. ഗണേഷ് കുമാറിന്റെ വസതിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി പ്രഭാത കേരളത്തിൽ ചേരുകയാണ്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. 3-ാം തവണ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ് കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹം മുന്നണി ധാരണ പ്രകാരം ഗതാഗത വകുപ്പിലേക്കാണ് എത്തുന്നത് എങ്കിൽ പോലും അദ്ദേഹം സജീവമായി സിനിമയിൽ പ്രവർത്തിക്കുന്ന സിനിമാ നടൻ കൂടിയാണ്. അദ്ദേഹത്തിന് യു.ഡി.എഫ് കാലത്ത് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ആ വകുപ്പ് തന്നെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം ആ ആവശ്യം പരിഗണിക്കപ്പെടും എന്നറിയില്ല. എന്തായാലും ഉടനടി അത്തരത്തിലുള്ള ഒരു റീഷഫ്ലിംഗിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് രഞ്ജിത്ത് ചേരുമ്പോൾ എപ്പോഴാണ് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അടക്കം പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുക? ഈ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ കൂടി. ആര്യ, ഞാനിപ്പോൾ ഉള്ളത് വാളകത്ത് കീഴൂട്ട് വീട്ടിലാണ്. ശ്രീ ബാലകൃഷ്ണപിള്ള സാറിന്റെ പേരൊക്കെ, മുൻമന്ത്രി അദ്ദേഹത്തിന്റെ അച്ഛനായ ബാലകൃഷ്ണപിള്ള സാറിന്റെ പേരൊക്കെ ഇവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. കീഴൂട്ട് വീട് വളരെ പ്രശസ്തമായ തറവാടാണ്. ഈ തറവാട്ടിലാണ് ഞാനുള്ളത്. കെ.വി. ഗണേഷ് കുമാർ മഠത്തിലെ കുടുംബവും ഈ വീട്ടിനുള്ളിലുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രഭാത കൃത്യങ്ങളിലാണ്. അതിനുശേഷം 9 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങും. 9 മണിക്ക് ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നാണ് നമ്മളോട് കൃത്യമായി അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി തന്നെ ഒരു മന്ത്രിസഭാ പുനഃസംഘടന, അത് ഒരു ധാരണ പ്രകാരം 2.5 വർഷം ആന്റണി രാജു ആയിരുന്നു ഗതാഗത വകുപ്പ് ഭരിച്ചിരുന്നത്. അതേ ആന്റണി രാജു മാറുന്നു. കഴിഞ്ഞ ക്രിസ്തുമസിന്റെ തലേന്ന് അദ്ദേഹം രാജിവെക്കുന്നു. അതിനുശേഷം കെ.വി. ഗണേഷ് കുമാർ, മുന്നണിയിലെ കോടിയേരി ബാലകൃഷ്ണൻ,
നേരത്തെ പറഞ്ഞതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു ധാരണ പ്രകാരം KB ഗണേഷ് കുമാർ മന്ത്രിയായി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ ആര്യ പറഞ്ഞ പ്രധാനപ്പെട്ട 1-2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രിയാണ് അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗതാഗത വകുപ്പാകും അദ്ദേഹം കൈകാര്യം ചെയ്യുക. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം 9 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങും എന്നാണ് നമ്മൾ അദ്ദേഹത്തെ രാവിലെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു വെച്ച അദ്ദേഹം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. അല്പസമയത്തിനകം ഒരുപക്ഷെ മാധ്യമങ്ങളെ അടക്കം അദ്ദേഹം കണ്ടേക്കാം. ഏതായാലും സുഗമമായ ഒരു മന്ത്രിസഭാ മാറ്റം അല്ലെങ്കിൽ മന്ത്രിമാരിലുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്, ഏറെ പ്രധാനമാണ് ആ മാറ്റം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുഖം മിനുക്കൽ എന്നതിനപ്പുറം ഒരു ഘടകകക്ഷികളോട് ഒരു CPM പോലെ ഒരു പാർട്ടി കാണിക്കുന്ന മര്യാദ എന്നുകൂടി ഇതിനെ നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം മറ്റ് ഭരണകാലത്തൊക്കെ ഉണ്ടാകാത്ത തരത്തിൽ വളരെ സുഗമമായി തന്നെ നേരത്തെയൊക്കെ പറയുന്നതുപോലെ ഒരു അപശബ്ദം പോലും ഇല്ലാത്ത രീതിയിൽ ഒരു മന്ത്രിമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖം മിനുക്കൽ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ കൂടുതൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ഒരു ധാരണ പ്രകാരം 2.5 വർഷത്തെ ധാരണ പ്രകാരം സംഭവിച്ച ഒരു മാറ്റം എന്നുള്ളതാണ്. നമുക്കറിയാം 3ാം തവണയാണ് KB ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത്. 2001 ആന്റണി മന്ത്രിസഭയിലും 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയായിരുന്നു. 2001 ഗതാഗത വകുപ്പ് KSRTC ഗതാഗത വകുപ്പാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്, അവിടെ മന്ത്രിയായിരുന്നു. 2011 വനം വകുപ്പായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ടൂറിസം അടക്കമുള്ള വകുപ്പുകളും അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നു. അങ്ങനെ മന്ത്രിയായി പരിചിതനായ ഒരു നേതാവാണ് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. അത് ഗതാഗത വകുപ്പ് ആകുമ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഭരണപരിചയമുണ്ട് ആ വകുപ്പിൽ. അതാണ് കൂടുതലായും പ്രതീക്ഷ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ വകുപ്പിന് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന്റണി രാജുവിന്റെ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 2.5 വർഷം. നിരവധി പ്രതിസന്ധികളിലൂടെ ആ വകുപ്പ് കടന്നുപോയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ്. അവിടെയാണ് അദ്ദേഹത്തെ പോലെ പരിചിതനായ ഒരു മന്ത്രി കടന്നുവരികയും ഭരിക്കുകയും ചെയ്യുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും 9 മണിക്കാണ് അദ്ദേഹം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുക എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം 4 മണിക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ടാകും. കുടുംബസമേതമാണ് അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടുക. നമ്മളോടൊക്കെ അല്പസമയത്തിനകം അദ്ദേഹം സംസാരിക്കും എന്ന് കരുതാം. തൽക്കാലം ഒരു സമയം തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇനിയുമുള്ള വാർത്തകളിലും ബുള്ളറ്റിനിലും നമുക്ക് കൃത്യമായി തന്നെ അതിന്റെ വിശദാംശങ്ങൾ നൽകാം എന്ന് കരുതാം. അതെ രഞ്ജിത്ത്, ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു മുഖം മിനുക്കൽ എന്നുള്ള നിലയിലല്ല, ധാരണ എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് മാറ്റം അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു വകുപ്പിലേക്ക് മാറാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും അതൊരു കടുംപിടുത്തം എന്നുള്ള നിലയിലല്ല അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അദ്ദേഹം ഇത്തരത്തിൽ ഒരു പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പരാമർശിക്കുകയാണ്. ഒരു ആഗ്രഹം എന്ന പോലെ അദ്ദേഹം പറയുകയാണ് ഉണ്ടായത്. സിനിമാ വകുപ്പ് വേണം, അതിന് ഗതാഗത വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മാറ്റിയാലും കുഴപ്പമില്ല, സിനിമാ വകുപ്പ് ലഭിച്ചാൽ കൊള്ളാം എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് എത്രത്തോളം നടപ്പിലാകും, അത് ആ ആവശ്യം പരിഗണിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കാര്യത്തിലൊക്കെ അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. എന്തായാലും മന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യമായി അദ്ദേഹം മാധ്യമങ്ങളെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞത് ഇനി കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ളതാണ്. ഏതായാലും ലഭിക്കുന്ന വകുപ്പിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ഇനി ഉള്ള ദിവസങ്ങളിൽ പുതിയ മാറ്റങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് നോക്കിക്കാണണം. അതിനു മുന്നോടിയായി തന്നെ ഈ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ അദ്ദേഹം ചില മാറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, ഈ മൻമോഹൻ ബംഗ്ലാവ് ആന്റണി രാജു താമസിച്ച ഔദ്യോഗിക വസതിയാണ്, അത് വേണ്ട എന്നുള്ളത് അദ്ദേഹം ആ കത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാനും തയ്യാറാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനും തയ്യാറാണ് എന്ന് അദ്ദേഹം ആ കത്തിൽ പരാമർശിക്കുകയുണ്ടായി അല്ലേ? തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്,
ഔദ്യോഗിക വസതി വേണ്ട, അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ തിരുവനന്തപുരത്ത് താമസിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ കമ്പാരിറ്റീവ്ലി ഒരു വ്യത്യാസമുണ്ടാകും, ഒരു കുറവുണ്ടാകും എന്ന തരത്തിലുള്ള ചില സൂചനകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു നിലപാട്, ഒരു തീരുമാനം. ശരി രഞ്ജിത്ത്, ഞാൻ രഞ്ജിത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ നമുക്കൊപ്പം വി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദിനൊപ്പം നമ്മുടെ നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിനോദ്, മൂന്നാം തവണ ഇപ്പോൾ വീണ്ടും രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. വിനോദ്, തുടർന്നോളൂ. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കൽ കൂടി മന്ത്രിസഭയിലേക്ക് വരുന്നു. ആദർശ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ്. ഈ ആദർശ രാഷ്ട്രീയം എന്നത് എല്ലാ രാഷ്ട്രീയക്കാരുടെ പേരിനൊപ്പവും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോടൊപ്പവും ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല. അഭിമാനം തോന്നുന്നൊരു നിമിഷം കൂടിയാണ്. നിങ്ങൾക്ക് ജനങ്ങൾക്കും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് പലതും. അപ്പോൾ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് പിന്നെ ഒരു എളിയ പ്രവർത്തനം നടത്തുന്നതാണ്. അത് ഞങ്ങൾ ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിച്ച് ഗാന്ധിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന ഒരു സന്ദേശം, മുഖസന്ദേശം പ്രകാശിതമാക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ഓരോ പദവിന്യാസങ്ങളിലും പ്രവർത്തനങ്ങളിലും അത് പ്രതിധ്വനിപ്പിക്കണം, അത് പ്രകടമാക്കണം എന്നുള്ള ഒരു വിശ്വാസ്യതയും സത്യസന്ധതയുമാണ് ഈ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയാനുള്ളത്. VSന്റെ മന്ത്രിസഭയിലേക്ക് അംഗമായി എത്തുന്നു. പിണറായി സർക്കാരിൽ, രണ്ടാം പിണറായി സർക്കാരിലും വരുന്നു. ഈ മന്ത്രിയായിട്ടുള്ള കാലഘട്ടം അത് എങ്ങനെയാണ് ഈ നേതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും ഉള്ളത് അങ്ങ് വിലയിരുത്തുന്നത്? ആദ്യ മന്ത്രിസഭ അംഗമാകുന്നത് VSന്റെ മന്ത്രിസഭയിലാണ്. അന്ന് ദേവസ്വം പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി വകുപ്പിൻ്റെ മന്ത്രിയായിട്ടാണ്. അതൊരു പുതിയതായിരുന്നു. ദേവസ്വം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ വിശാലതയുണ്ടല്ലോ. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷൻ പറയുമ്പോൾ സർക്കാരിൻ്റെ പ്രിൻറ്റിംഗ് സ്റ്റേഷൻ വിഷയമായിട്ട് എല്ലാം ബന്ധപ്പെട്ട അതിൻ്റെ അത് പഠിക്കുക ആദ്യമായിട്ട് മന്ത്രിയാകുന്നില്ലേ. അപ്പോൾ ആദ്യം തന്നെ പഠനമാണ്, ഇപ്പോഴും പഠിക്കുകയാണ്. കാരണം പഠനം പൂർത്തിയാവില്ലല്ലോ. ഒരു പൊതുപ്രവർത്തകന്മാർക്ക് ഓരോ അനുഭവങ്ങളും അനുഭവം. അന്ന് അതെല്ലാം അവരുടെ സഹകരണം, ഉദ്യോഗസ്ഥന്മാർ, പിന്നെ നമ്മുടെ ഒരു പിന്നെ ബന്ധപ്പെടലും അതൊരു ഘടകമാണല്ലോ. അങ്ങനെ അത് പിന്നെ ഒരു പരിധി വരെ. രണ്ടാമത് പിണറായി വിജയൻ സർക്കാരിലാണ് 5 വർഷം. അതാണെങ്കിൽ തുറമുഖം, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പാണ്. അപ്പോൾ അതൊരു വളരെ വിശാലമായ ഇതാണ്. എന്നെപ്പോലെ എളിയവരായ കൈകൾ കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ കഴിയുന്ന അതിന് ഒരു ഭയങ്കരമാണല്ലോ എന്നുള്ള വിശ്വാസമാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കരുത്തനായ മുഖ്യമന്ത്രിയും പിന്നെ മറ്റ് സഹപ്രവർത്തകരും എസ്മാരൊക്കെ തന്നെ കാണിച്ചിട്ടുള്ള ഒരു ഉദാരമായ പിന്തുണയും സഹായങ്ങളും പ്രോത്സാഹനവും കരുത്തും ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം നൽകുന്നൊരു വസ്തുതയാണ്. എനിക്ക് സ്വന്തമായിട്ട് ആ കഴിവൊന്നും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പശ്ചാത്തലങ്ങളും ഈ സഹായ ഘടകങ്ങളും സമന്വയിച്ച് മുന്നോട്ട് പോയാൽ ഏത് പ്രയാസങ്ങളെയും പ്രയാസരഹിതമാക്കി മാറ്റാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകാൻ കഴിഞ്ഞ ഒരു അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. ആ കാണിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു അസ്വീകാര്യതയുടെയോ ഒരു സംഘർഷാത്മകതയുടെയോ അതിലിഷ്ടാക്കുന്നതിൻ്റെ വിവരമില്ല. അതുകൊണ്ട് അത് ആ നിലക്കാരും സർക്കാരിൻ്റെ ഒരു സമീപനവും ആ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുക എന്നുള്ളതിന് പ്രാധാന്യം. ആ നിലക്കുള്ള ഒരു വലിയ ശ്രമങ്ങൾ നടത്തിയെന്നുള്ളതാണ്. വളരെ ബൃഹത്തായൊരു സംവിധാനമാണ് അന്ന് ചുമതല ഏറ്റെടുക്കേണ്ടത്. പക്ഷെ അത് എത്രമാത്രം നിർവഹിക്കപ്പെട്ടു എന്നുള്ളത് വിലയിരുത്തേണ്ടത് മറ്റുള്ളവരാണ്. എങ്കിലും അതിനോട് നീതി പുലർത്താനും സത്യസന്ധതയും വിശ്വാസ്യതയും കാണിക്കാനുമുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് പിന്നെ എൻ്റെ ഭാഗത്തുണ്ടായൊരു കാര്യം. പൂർണ്ണമായും അങ്ങ് നീതി പുലർത്തി എന്ന് തന്നെ പറയണം. കാരണം ഈ വിഴിഞ്ഞം തുറമുഖം അത് UDF സർക്കാരിൻ്റെ അവസാന കാലത്ത് അതിൻ്റെ ഒരു പ്രാരംഭ നടപടിക്രമങ്ങൾ കഴിഞ്ഞു പോയ ശേഷം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പല പ്രതിസന്ധികൾ അതെല്ലാം തരണം ചെയ്ത് ഈ അദാനി ഗ്രൂപ്പുമായി ചർച്ച ചെയ്യുന്നു. കാലാവസ്ഥയുടെ പ്രതിസന്ധി ഉണ്ടാകുന്നു, പാറയുടെ ക്ഷാമം ഉണ്ടാകുന്നു, കോവിഡ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം തരണം ചെയ്യാൻ അത് ആ സമയത്ത് ഇതെല്ലാം നോക്കിക്കാണുമ്പോൾ എന്തായാലും അതെ ഈ താങ്കൾ ചൂണ്ടിക്കാണിച്ച അതെല്ലാം വളരെ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെല്ലാം ലഘൂകരിക്കാനും അത് പരിഹാരം കാണാനുമുള്ള ഒരു സമീപനം പറഞ്ഞ സ്വീകരിച്ചുകൊണ്ടാണ്. ഏറ്റുമുട്ടേണ്ടതല്ല, ഒരു സഹകരണീയതയുടെ അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്. ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇത് ഏറ്റുമുട്ടലും വാർത്തയും കാര്യങ്ങളും എല്ലായിരിക്കും. പക്ഷേ കാര്യം നടക്കണമെങ്കിൽ അതിന് സ്വീകരിക്കപ്പെടുന്ന ഒരു സമന്വയത്തിൻ്റെ പാത, ആ സമന്വയത്തിൻ്റെ പാതയാണ് സർക്കാരും സ്വീകരിച്ചത്. അതിനാണ് അപ്പോൾ ഇന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു. കാരണം ഇത് ബൃഹത്തായ പരിപാടിയല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പിന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ ഉപദേശങ്ങളെല്ലാം കൂടി വന്നപ്പോൾ
അതിൻ്റെ ഒരു വലിയ ഘട്ടം താങ്കൾ പഠിച്ചതുപോലെ വളരെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. താങ്കൾ ചൂണ്ടിക്കാണിച്ചില്ലേ, ആ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങൾക്കൊക്കെ തന്നെ ഒരു സമന്വയത്തിൻ്റെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഈ വകുപ്പിന്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ആയിട്ടില്ല. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് പറഞ്ഞു എന്നല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഏത് വകുപ്പാണ് എന്ന് നിശ്ചയിക്കേണ്ട പരമാധികാരി മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പിന്നെ പറയണം. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് അതാണ് എങ്കിൽ എന്നുള്ളതാണ്. ഇന്ന വകുപ്പ് എന്നല്ല, വകുപ്പ് ഏതായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന ആ വകുപ്പ് ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് സത്യനിഷ്ഠതയും നീതിയും വിശ്വാസ്യതയും കൂറും പുലർത്തുക, അത് പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടി ഉള്ള കഴിവ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്തും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പല അമ്പലങ്ങളും, അത് ഒരുപക്ഷെ നടവരുമാനവും ഒക്കെ കുറവുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും വലിയ വികസനങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഒരു ജനങ്ങളുടെ ആവശ്യങ്ങളും ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾ, അതിൻ്റെ ക്ഷേത്രം ഭാരവാഹികൾ, അതുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ജനപ്രതിനിധികളുണ്ടല്ലോ, പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി, പിന്നെ നിയമസഭ, സാമാജികന്മാർ, MP, ഇങ്ങനെ ഉണ്ടല്ലോ. എല്ലാ ജനപ്രതിനിധികളുടെയും കൂട്ടായ സഹകരണം സമന്വയിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവിടെ ആ പ്രദേശത്ത് പ്രതിനിധാനം ചെയ്യുന്നവരുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളും കൂടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ശ്രമിച്ചെന്ന് അറിഞ്ഞത്. അതിന് ഈ പറയുന്ന മാതിരി സമയവും അതിൻ്റെ സൗകര്യങ്ങളും നൽകുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെയധികം താല്പര്യവും ശ്രദ്ധയും കാണിച്ചു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഒരു കാര്യം കൂടി, നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരികയാണ്, നവകേരള യാത്ര കഴിയുന്നു, കൃത്യമായി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടി നമ്മുടെ നാട് പോവുകയാണ്. അങ്ങ് ദേശീയ രാഷ്ട്രീയത്തിലും പാർലമെൻറ്റ് അംഗം കൂടി ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു ബദൽ നീക്കം, അതിൻ്റെ പ്രാധാന്യം എത്രയാണ്, അതിൻ്റെ പ്രസക്തി? ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ സങ്കീർണതയും പ്രത്യേകതയും കണക്കെടുത്തുകൊണ്ട് ഒരു ദേശീയ തലത്തിലെ മുന്നണി, ആ ദേശീയ മുന്നണി വേണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ച നിലപാടുണ്ട്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാതൃകയിൽ ഒരു ദേശീയ സംവിധാനം ഉണ്ടാകുന്നതാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോഗം ചേരുമ്പോൾ തന്നെ ആരാണ് മുഖ്യമന്ത്രി, ആരാണ് മറ്റേ മന്ത്രി എന്നല്ല, നയവും പരിപാടിയാണ് അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നിന്ന നയപരിപാടികൾ, ഇന്നിന്ന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കും. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു മാതൃകാ മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് ദേശീയാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകയിൽ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ മാറ്റം സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വവും സ്വാതന്ത്ര്യമൊക്കെ തന്നെ നിഷ്കാസിതമാകുന്ന ഒരു ഭരണഭീകരത ഇവിടെ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ക്രിയാത്മകമായ മാർഗം, ആ ക്രിയാത്മകമായ മാർഗങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് ഞാൻ പറഞ്ഞ പോലെ ഈ കേരളത്തിൻ്റെ ഈ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മാതൃകയിൽ അതിലുള്ള ഒരു കർമ്മപദ്ധതിയും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ, ആദ്യം തന്നെ അജണ്ട എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, ആരാണ് പ്രധാനമന്ത്രി, അതോടുകൂടിയിട്ടാണ് പണ്ട് ഞാൻ പാർലമെൻറ്റ് മെമ്പറായപ്പോൾ അന്നും ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അജണ്ട എന്നറിയോ, ആരാണ് പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ആരാണ് ചർച്ചയോടുകൂടി അത് അവസാനിക്കുന്നതാണ്. അതിനല്ല ഒരു ലക്ഷ്യവും ആദർശവും നമുക്ക് കാഴ്ചപ്പാട്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മാതൃകയിൽ എന്ന് പറയാൻ കാരണം അതാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് മാത്രമേ ഇതാണ് ഞങ്ങളുടെ പരിപാടി, ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇന്ന് ചെയ്യും എന്ന് പറയുന്നൊരു പരിപാടി. ഇതില്ലാതെ ആദ്യത്തെ അവസാനത്തെ അജണ്ട ആദ്യം എടുക്കുന്നതോടുകൂടി യോഗം അവസാനിക്കുന്ന ഒരു അനുഭവത്തിന് മുമ്പുണ്ടായതിനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും സമന്വയത്തിൻ്റെ ഭാഷയാണ്, ആദർശത്തിൻ്റെ രാഷ്ട്രീയമാണ്. പക്ഷേ കൃത്യമായ നിലപാടുകൾ അതുതന്നെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രനെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറയുന്നു, ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൃത്യമായ വീക്ഷണം പറയുന്നു. ഏതായിരുന്നാലും ഒരിക്കൽ കൂടി മന്ത്രി ആയി പദവിയിലെത്തുമ്പോൾ എല്ലാ ആശംസകളും. ബിപിൻ മുരളിക്കൊപ്പം BV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി VV വിനോദാണ് ചേർന്നത്. ഇനി നമ്മൾ ഒരിക്കൽ കൂടി KB ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് പോവുകയാണ്. അവിടെ രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട്. രഞ്ജിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയിടത്ത് നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഈ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അതായത് ഔദ്യോഗിക വസതി വേണ്ട, പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കും, അങ്ങനെ ചില മാറ്റങ്ങളോട് കൂടിയിട്ടാണ് KB ഗണേഷ് കുമാർ ഇത്തവണ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ആ നയം അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.
അവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്ന് കരുതാം. അതോടൊപ്പം തന്നെ അദ്ദേഹം എപ്പോഴത്തേക്ക് നമ്മളോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കണം രഞ്ജിത്ത്? അരി അല്പസമയത്തിനകം നമുക്കത് പ്രതീക്ഷിക്കണം. അദ്ദേഹം ഏതായാലും ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അദ്ദേഹത്തിന് രാവിലെ അദ്ദേഹത്തിന്റെ അമ്മയുടെ ബലി, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്ക് അദ്ദേഹം കടക്കും. അതിനുശേഷം അച്ഛന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും. അങ്ങനെ അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് അദ്ദേഹം എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. തൽക്കാലം സിനിമാ വകുപ്പ് അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന ഒരു വിവരം. സിനിമാ വകുപ്പ് നൽകില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു എന്ന് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയ ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. കാരണം അത് നയപരമായ തീരുമാനമാണ് എടുക്കേണ്ടത്. സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് കൂടിയാണ് അത്. സിനിമാ വകുപ്പ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കാരണം നമുക്കറിയാം, സിനിമാ വകുപ്പിൽ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്, സിനിമാ ഭരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് തൽക്കാലം അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. സിനിമാ സംഘടനകളും അത്തരത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു സിനിമാ വകുപ്പ് ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ. അത് നമ്മൾ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തൽക്കാലം സിനിമാ വകുപ്പ് ഗണേഷ് കുമാറിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. KSRTC ആയിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. 3:15 തിരുവനന്തപുരത്ത്, ഇപ്പോൾ നേരെ 9 മണിക്ക് അദ്ദേഹം 9 മണി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെടും. 3:15 അവിടെ നിന്ന് രാജ്ഭവനിലേക്ക് അദ്ദേഹം കുടുംബസമേതം എത്തുമെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഔദ്യോഗിക വസതി ഉണ്ടാവില്ല. കുടപ്പനക്കുന്നിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും അദ്ദേഹം താമസിച്ചായിരിക്കും തിരുവനന്തപുരത്ത് മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണത്തിലും മറ്റുമുള്ള ഒരു കുറവ് അത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു ക്രമീകരണമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങുകൾ. അല്പസമയത്തിനകം തന്നെ KB ഗണേഷ് കുമാർ നമ്മളോട് സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് രാവിലെ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട ചില കുടുംബപരമായ ചടങ്ങുകളുണ്ട്. അതിനുശേഷമാകും അദ്ദേഹം നമ്മളെ കാണുക. അതിനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെയാണ് അദ്ദേഹം. ഏതായാലും 9 മണിക്ക് ശേഷം ഇവിടെ നിന്ന് പുറപ്പെടും. തിരുവനന്തപുരത്തെ വസതിയിൽ അദ്ദേഹം ഉണ്ടാകും. കുടപ്പനക്കുന്നിലെ വസതിയിൽ അദ്ദേഹം 3:15 മണി വരെ ഉണ്ടാകും. 3:15 മണിക്ക് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം എത്തും, രാജ്ഭവനിലേക്ക് പോകുമെന്നുള്ളതാണ്. ഏതാണ്ട് 300 പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരിക്കും രാജ്ഭവനിൽ എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിനിമാ വകുപ്പ് KB ഗണേഷ് കുമാറിന് തൽക്കാലം ഉണ്ടാവില്ല എന്നുള്ള സൂചനകൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആര്യ. ശരി രഞ്ജിത്ത്, ഞാൻ രഞ്ജിത്തിലേക്ക് അല്പസമയത്തിനകം മടങ്ങി വരാം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ചില വീട്ടുകാര്യങ്ങളിലാണ്. അതിനുശേഷം അദ്ദേഹം ന്യൂസ് 18നോടൊപ്പം ചേരും അല്പസമയത്തിനകം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്തേക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മടങ്ങിപ്പോകാം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി രഞ്ജിത്ത് അവിടെ നിന്ന് പങ്കുവെച്ചത്, എന്തായാലും അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ തന്നെ സിനിമാ വകുപ്പ് ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പഴയതെല്ലാം മറന്നിക്കൂ. പ്രഭാത കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ വാർത്തകളിലേക്ക് കടക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. നവകേരള സദസ്സിന്റെ വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടാകും. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ആശയക്കുഴപ്പവും ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിഷയം പ്രചാരണ ആയുധമാക്കാനാണ് CPM ആലോചന. കുർബാന ഏകീകരണ വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മാർപ്പാപ്പ നിർദ്ദേശിച്ച സിനഡ് കുർബാന അർപ്പിക്കാൻ ശ്രമിച്ച പല വൈദികരെയും ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞതോടെ ചിലയിടത്ത് കുർബാന തന്നെ ഉപേക്ഷിച്ചു. വിഷയത്തിൽ വത്തിക്കാൻ ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ സിനഡ് കുർബാന, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അത് വത്തിക്കാൻ പലതവണ ഈ വിഷയത്തിൽ ഇടപെട്ടു. അന്തിമമായി നോക്കുമ്പോൾ ഈ ക്രിസ്മസിന് ശേഷം ഈ ഏകീകൃത കുർബാന നടപ്പാക്കി തുടങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചെങ്കിൽ പോലും അതെവിടെയും നടപ്പായില്ല. ക്രിസ്മസിൻ്റെ ആ രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ് പലയിടത്തും അങ്കമാലി എറണാകുളം അതിരൂപതയിൽ ഇത്തരത്തിൽ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ ചെറിയ തോതിൽ നീങ്ങുന്നതും ഇത്തരത്തിലുള്ള വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം തുടരുന്നതും. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? വത്തിക്കാൻ ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. കുർബാന ഏകീകരണ വിഷയത്തിൽ ക്രിസ്തുമസിന് ശേഷം സ്ഥിതിഗതികൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു എന്നൊരു കാഴ്ചയാണ് നമുക്ക് ഉള്ളത്. കാരണം
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ക്രിസ്മസിന് ശേഷമുള്ള ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലുമെല്ലാം പള്ളിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ചുണങ്ങംവേലി പള്ളിയിൽ ഇത് സമാനമായ രീതിയിൽ തന്നെ സംഭവിച്ചു. വൈദികർ സിനഡ് കുർബാന ചൊല്ലുന്നതിന്, ഏകീകൃത കുർബാന ചൊല്ലുന്നതിന് മുന്നോട്ട് വരുന്നു. ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധമുണ്ടാക്കുന്നത് പാടില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ വൈദികർ ജനാഭിമുഖ കുർബാന ചൊല്ലുന്നു, അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനഡ് കുർബാനയെ അംഗീകരിക്കുന്നവർ മുന്നോട്ട് വരുന്നു. ഇങ്ങനെ ഈ ഇരു വിഭാഗങ്ങളും തമ്മിൽ പള്ളിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ സാധാരണമായിക്കൊണ്ടിരിക്കുന്നു. അതിൽ പോലീസ് പള്ളിക്കകത്ത് കയറി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അതിൽ എതിർക്കുന്ന ന്യൂനപക്ഷം അത് ഏതാണോ അവരെ മാറ്റിക്കൊണ്ട് കുർബാന ഏത് രീതിയിൽ ചൊല്ലണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നു. അങ്ങനെ പള്ളിക്കകത്ത വിഷയങ്ങൾ കൂടുതലായിട്ട് തന്നെ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരിടത്ത് പറവൂരിൽ ഒരു വൈദികൻ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു, സിനഡ് കുർബാന അർപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇനി മുതൽ ഇവിടെ കുർബാന ഉണ്ടാകില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു. അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വ്യാപകമായ രീതിയിൽ തന്നെ കുർബാന വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ കടന്നു വരികയാണ്. ഇതിൽ ഒരു അന്തിമ തീരുമാനം എന്നത് പലപ്പോഴും തീരുമാനങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് അന്തിമമാകുന്നില്ല. അതിൻ്റെ തുടർച്ചകൾ, ചർച്ചകൾ, പിന്നീട് പ്രതിഷേധങ്ങൾ ഇതെല്ലാം ഉണ്ടാകും. ഇക്കുറി അതിൽ ഒരു തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാൻ നിർദ്ദേശപ്രകാരം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതെല്ലാം ഇടങ്ങളിൽ സിനഡ് നിർദ്ദേശിച്ച കുർബാന ചൊല്ലുവാൻ കഴിഞ്ഞു, സിനഡ് നിർദ്ദേശിച്ച കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ കണക്കെടുക്കാൻ അതാത് ഫൊറോന വികാരിമാർക്ക് അതിരൂപതയിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അവർ കണക്കെടുക്കുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇവിടെ വത്തിക്കാൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയ ഇതിനെ ഏകോപിപ്പിക്കാനുള്ള ചുമതലയുള്ള ആർച്ച് ബിഷപ്പ് സിറിൽ വാസിന് കൈമാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. ഒപ്പം തന്നെയും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് സിറിൽ വാസിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പയെ തന്നെ നേരിട്ട് ധരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിനുശേഷം ഇവിടെ നിന്ന് എന്താണ് ഇനിയുള്ള നടപടികൾ എന്നത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാകുമെന്നതാണ് അറിയാനായി സാധിക്കുന്നത്. അപ്പോഴും നിലനിൽക്കുന്ന ചോദ്യം, ആ തീരുമാനത്തെയും അംഗീകരിക്കുമോ അതോ അവഗണിച്ചുകൊണ്ട് നേരത്തെ പലപ്പോഴും എന്ന പോലെ വിമത വിഭാഗവും വൈദികരും മുന്നോട്ട് പോകുമോ എന്നതാണ്. അതുകൊണ്ട് ഇനിയുള്ള തീരുമാനം എന്താണ് എന്നതാണ് അറിയാനുള്ളത്. വൈദികർക്കെതിരെ അടക്കം നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഔദ്യോഗിക വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് സഭയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇവർ പറയുകയും ചെയ്തു, വിമതപക്ഷം പറയുകയും ചെയ്യുന്നു. എന്നാലും സങ്കീർണതകളുടെ നൂൽപ്പാലത്തിലൂടെ തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന വിഷയത്തിൽ കടന്നു പോകുന്നത്. ഡാനി, ഒരു സംശയം, ഈ വിമത വിഭാഗത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ലേ? ഈ വത്തിക്കാനിൽ നിന്നുള്ള പ്രതിനിധി വന്നതിന് ശേഷം ഈ വിമത വിഭാഗത്തെ കാണുകയോ ഈ വിമത വിഭാഗത്തിനൊപ്പമുള്ള വൈദികരുമായി സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിൽ അവരുടെ പ്രതിനിധി സംഘങ്ങളുമായി വൈദികരുൾപ്പെടെയുള്ളവരുമായി വൈദികരുടെ പ്രതിനിധികളുമായി അവർ സംസാരിക്കുകയുണ്ടായി. ഈ വിഷയത്തിലുള്ള അവരുടെ ഒരു ധാരണകൾ അവരെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാവകാശം വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് തന്നെയാണ് പറയുന്നത്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള ചില തർക്കങ്ങൾ, കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം ആരോപണ വിധേയനായ പല വിഷയങ്ങളിലും വരികയും ചെയ്തിരുന്നു. ഒടുവിൽ അദ്ദേഹം രാജിവെക്കുകയും അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്തിരുന്നു. തുടർന്ന് സഭയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് കുർബാന ഏകീകരണ വിഷയത്തിൽ എന്ത് നിലപാട് വിമത വിഭാഗം ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നു എന്നത് സംബന്ധിച്ച് പിന്നീടൊരു തുറന്ന ചർച്ചയ്ക്കിടം എന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി ഒരു ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് കാണുന്നത്. ഈ വത്തിക്കാൻ നിർദ്ദേശിച്ച കുർബാന ക്രമം അത് ക്രിസ്തുമസ് രാത്രി മുതൽ നിശ്ചയമായും നടപ്പിൽ വരുത്തേണ്ടതാണ്. നേരത്തെ തന്നെയും ഇത് സംബന്ധിച്ച ഉത്തരവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ സിനഡ് കുർബാന മാത്രമായിരിക്കും എന്നത് പറയുകയും ചെയ്യുന്നു. മാർപ്പാപ്പയുടെ അടക്കം സന്ദേശം വന്നിരുന്നു. പക്ഷേ ആ സന്ദേശവും അതിൽ ചില കൃത്രിമങ്ങൾ നടന്നു എന്നൊരു ആക്ഷേപമാണ് വിമത വിഭാഗം ഉന്നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു എന്നത് നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതല്ല. സഭ അതിൻ്റേതായ ചില കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു, ഇനി എങ്ങനെയാണിത് പരിഹരിക്കപ്പെടേണ്ടതെന്നത് വലിയ ചോദ്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതിൽ ചർച്ചകളുടെ ഒരു പുരോഗതി നിലവിൽ
ചർച്ചകളുടെ ഒരു തലം കഴിഞ്ഞു എന്ന് തന്നെ പലപ്പോഴും പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇനി എന്താണ് അടുത്ത നടപടി എന്നത് വത്തിക്കാനിൽ നിന്നുള്ള ഉത്തരവ് മാത്രമായിരിക്കുമെന്നാണ് ഔദ്യോഗിക വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതെങ്ങനെ അംഗീകരിക്കുമോ ഇല്ലയോ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതുമാത്രമാണ് ഇനിയുള്ള ചോദ്യം. അതിൻ്റെ ഒരു സങ്കീർണതകളായിരിക്കും ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടരുക എന്നതാണ്. ശരി, വളരെ നന്ദി. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. ചലച്ചിത്ര നടനും DMDK സ്ഥാപകനുമായ വിജയകാന്തിന്റെ സംസ്കാരം ഇന്ന് കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്ത് വൈകിട്ട് 4:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ മൃതദേഹം സംസ്കരിക്കുക. പാർട്ടി ആസ്ഥാനത്ത് മൃതദേഹം ഇന്നലെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. 100 കണക്കിന് പേർ വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. തിരുവനന്തപുരം തിരുവല്ലത്ത് ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും നിരന്തര പീഡനത്തെ തുടർന്ന് ഷഹന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾ ഒളിവിൽ തന്നെ. ഭർത്താവ് നൌഷാദ്, മാതാവ് സുനിത എന്നിവരാണ് കേസിൽ പ്രതികൾ. ഹാജരാകണമെന്ന് കാണിച്ച് തിരുവല്ലം പോലീസ് നോട്ടീസ് അയച്ചെങ്കിലും ഒളിവിൽ പോവുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കഴിഞ്ഞ ദിവസം കോടതിയിൽ പ്രതികൾക്കെതിരെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. യുവതിക്ക് ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു. കാട്ടാക്കടയിലാണ് ഭർത്തൃവീട്. ഓരോ ദിവസവും കോവിഡ് രോഗികളുടെ കണക്ക് ഉയരുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണി വരെയുള്ള കണക്കനുസരിച്ച് 4,997 കോവിഡ് ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുള്ളത്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ JN1 വേരിയന്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പുതുവത്സര ആഘോഷത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു കടുത്ത കോവിഡ് കാലത്തേക്ക് തന്നെയാണ്. നടൻ വിജയകാന്തിന്റെ മരണം കോവിഡ് മൂലമാണെന്ന വാർത്ത നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. രാജ്യമാകെ കോവിഡ് വ്യാപിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ രാജ്യം മുമ്പത്തേതുപോലെ അതിജാഗ്രതയുള്ള ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് പുതിയ സാഹചര്യം നൽകുന്ന സൂചന. ഇന്നു രാവിലെ 8 മണി വരെയുള്ള 24 മണിക്കൂറിനുള്ളിൽ 692 പുതിയ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലാണ് ഏറ്റവും വേഗത്തിൽ വൈറസ് ബാധ. മഹാരാഷ്ട്ര, കർണാടക, പശ്ചിമബംഗാൾ, ഡൽഹി എന്നിവിടങ്ങളിലും വലിയ തോതിൽ കോവിഡ് പടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ക്രിസ്മസ് പിറ്റേന്ന് രാജ്യത്ത് 529 പേർക്കും കോവിഡ് ബാധിച്ചിരുന്നു. ബുധനാഴ്ച രാത്രിയിലെ കണക്കുപ്രകാരം രാജ്യത്താകമാനം 4097 ആക്റ്റീവ് കോവിഡ് കേസുകളാണുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ മരണങ്ങൾ കോവിഡ് മൂലമാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാനുണ്ട്. പരിശോധന കർക്കശമാക്കിയാൽ രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഇരട്ടിയെങ്കിലും ആകുമെന്നാണ് അനൌദ്യോഗിക നിഗമനം. കേരളത്തിന് പിന്നാലെ തമിഴ്നാട്ടിലും വലിയ വേഗത്തിലാണ് കോവിഡ് വ്യാപനം. ഇന്നലെ മാത്രം 135 പേരെ കോവിഡ് സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ തമിഴ്നാട്ടിലും രോഗികളുടെ യഥാർത്ഥ എണ്ണം ഇതിലും എത്രയോ ഏറെ ആയിരിക്കുമെന്നാണ് നിഗമനം. പുതുച്ചേരിയിൽ ഇന്നലെ മരിച്ച നിർമ്മാണ തൊഴിലാളിക്ക് കോവിഡ് ആയിരുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കർണാടക നിലവിൽ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. പനിയോ ജലദോഷമോ ഉള്ള കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കരുതെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട്. പനിയുള്ളവർക്ക് ഹോം ഐസൊലേഷനും രോഗം സ്ഥിരീകരിച്ചവർക്ക് 7 ദിവസം ലീവും കർണാടക സർക്കാർ അനുവദിച്ചു. കർണാടകയിലും 400-ലേറെ ആക്റ്റീവ് കോവിഡ് രോഗികളുണ്ട്. ഓരോ ദിവസവും പരിശോധനയിലൂടെ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ബംഗളൂരു, മാണ്ഡ്യ, മൈസൂരു, രാമനഗര, കുടക്, ചാമരാജ് നഗർ എന്നിവിടങ്ങളിലാണ് കോവിഡ് വ്യാപനമുള്ളത്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതയാണ്. കാസർഗോഡ് അതിർത്തിയിൽ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പുതുവത്സര ആഘോഷത്തിനായി നിരവധി പേർ ബംഗളൂരുവിലേക്ക് എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത കർശനമാക്കാനാണ് കർണാടകയുടെ തീരുമാനം. പുതുവത്സര ആഘോഷങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയേക്കും. ശ്വസന പ്രശ്നങ്ങളുള്ളവരും പനിയുള്ളവരും ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഡൽഹിയും അതീവ ജാഗ്രതയിലാണ്. 3 പേർക്കാണ് ഇന്നലെ ഡൽഹിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 2 പേർക്ക് ഒമിക്രോണും ഒരാൾക്ക് JN1 വേരിയന്റുമാണ്. ഗുരുഗ്രാമിലും കോവിഡ് സ്ഥിരീകരിച്ചു. ഇവിടെയും ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ആക്റ്റീവ് കേസുകളുമായി 10 പേരാണ് ഗുരുഗ്രാമിലെ ആശുപത്രികളിലുള്ളത്. ഡൽഹിയിലും ഗുരുഗ്രാമിലും കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും ഡൽഹി ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലും പ്രത്യേക കിടക്കകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
നിലവിലെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനായി മഹാരാഷ്ട്ര പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. സംസ്ഥാനത്ത് പരിശോധനകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. മുംബൈയിലാണ് കാര്യമായി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം മുംബൈ നഗരത്തിലെ ആശുപത്രികളിലായി 4215 കിടക്കകൾ കോവിഡ് രോഗികൾക്ക് മാത്രമായി മാറ്റിയിട്ടുണ്ട്. ഗുജറാത്തിലും തെലങ്കാനയിലും രാജസ്ഥാനിലും വലിയ തോതിലല്ലെങ്കിലും കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ പുതുവത്സരാഘോഷം കഴിയുന്നതോടെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യമൊട്ടുക്കുമായി 50% വർധന ദിവസവും ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത കോവിഡ് ആണെങ്കിലും ഇത്തരത്തിൽ അതിവേഗം പടരുന്നത് ആശങ്കയാണ്. മറ്റ് രോഗങ്ങളുള്ളവർക്ക് ഈ കോവിഡ് അപകടകരമാണെന്നതും ജാഗ്രത നൽകേണ്ടതിന് കാരണമാണ്. പനി, ജലദോഷം, തൊണ്ടവേദന, ശരീരവേദന എന്നിവ തന്നെയാണ് JN1-ന്റെയും ലക്ഷണം. ഒമിക്രോണിനെ പ്രതിരോധിക്കുന്ന വാക്സിൻ JN1-നെതിരെയും ഫലം ചെയ്യുമെന്നതിനാൽ വലിയ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പടയപ്പയുടെ പരാക്രമങ്ങൾ അങ്ങനെ തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഭീതി പരത്തി കാട്ടാന പടയപ്പ. ലോക്കാട് എസ്റ്റേറ്റിന് സമീപം റോഡിലിറങ്ങിയ പടയപ്പ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കുറ്റിയാർ വാലി എസ്റ്റേറ്റ് റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു. വനപാലകർ മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ കാടുകയറ്റാൻ സാധിച്ചത്. കേരള സർവകലാശാലയിൽ ചാൻസലർക്കെതിരായ ബാനർ നീക്കണമെന്ന വൈസ് ചാൻസലറുടെ ആവശ്യം തള്ളി സിൻഡിക്കേറ്റ്. സർവകലാശാലയിൽ ജനാധിപത്യ പ്രതിഷേധങ്ങളെ വിലക്കേണ്ട കാര്യമില്ലെന്നാണ് ഭൂരിപക്ഷ നിലപാട്. എന്നാൽ VC മോഹൻ കുന്നുമ്മൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാടിനോട് വിയോജിച്ചു. സർവകലാശാല സെനറ്റിലേക്ക് സർവകലാശാലയുടെ നാമനിർദ്ദേശ പട്ടിക ചാൻസലർക്ക് നൽകിയിട്ടില്ലെന്ന് മോഹൻ കുന്നുമ്മൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ വ്യക്തമാക്കി. ലിസ്റ്റ് നൽകാൻ നിയമപരമായ ബാധ്യതയില്ലെന്നും VC വിശദീകരിച്ചു. നേരത്തെ പട്ടിക നൽകിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ തീരുമാനങ്ങളുടെ ഭാഗം മാത്രമായിരുന്നുവെന്നും മോഹൻ കുന്നുമ്മൽ പറഞ്ഞു. VC ലിസ്റ്റ് അട്ടിമറിച്ചത് ചാൻസലർക്ക് വേണ്ടിയാണെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം. പുതുവർഷത്തെ വരവേൽക്കാൻ തെരഞ്ഞെടുപ്പ് കലണ്ടറുമായി പ്രൊഫസർ MC വസിഷ്ഠ്. കോഴിക്കോട് ചരിത്ര വിഭാഗം മുൻ മേധാവിയാണ്. വോട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ അവകാശത്തെ വിനിയോഗിക്കണമെന്ന സന്ദേശമാണ് ഈ കലണ്ടറിലൂടെ പ്രൊഫസർ MC വസിഷ്ഠ് മുന്നോട്ട് വയ്ക്കുന്നത്. 1951 മുതൽ 2019 വരെ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം ഉൾപ്പെടുത്തിയാണ് കലണ്ടർ തയ്യാറാക്കിയത്. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ രൂപം മാത്രമല്ല പേരും മാറിയിരിക്കുകയാണ്. ഇനി അയോധ്യയിൽ എത്തുന്നവർ ഇറങ്ങേണ്ടത് അയോധ്യ ധാം സ്റ്റേഷനിലാണ്. BJP MP ലല്ലു സിംഗ് ആണ് അയോധ്യ സ്റ്റേഷന്റെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വിവരം നൽകിയത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ശുപാർശ പരിഗണിച്ചാണ് പേരുമാറ്റം. 2 വർഷം കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. യാത്രക്കാർക്കായി അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യാധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്താവള മാതൃകയിലാണ് സ്റ്റേഷൻ. രാജ്യത്ത് മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ സാധാരണമല്ലാത്ത അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യാധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. ശിശുപരിചരണ കേന്ദ്രമാണ് സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. കൊച്ചുകുട്ടികളുടെ ആരോഗ്യ പരിചരണത്തിന് മുഴുവൻ സമയ ഡോക്ടർമാരുടെ സേവനമടക്കം ഇവിടെ ഉറപ്പാക്കും. യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ വീഴ്ച മൂലമുള്ള പരിക്കുകളോ ഉണ്ടായാൽ വൈദ്യസഹായം തേടാനുള്ള സിക്ക് റൂമാണ് മറ്റൊരു സജ്ജീകരണം. അത്യാധുനിക ക്ലോക്ക് റൂം, കാത്തിരിപ്പ് കേന്ദ്രം, എക്സ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ എന്നിവയും വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അയോധ്യയിലേക്ക് എത്തുന്നവർക്ക് ട്രെയിൻ ഇറങ്ങിയാൽ താമസ സൗകര്യത്തിന് പുറത്തു പോകേണ്ടി വരില്ല. 1-ാം നിലയിൽ വിവിധതരം ഡോർമെട്രികൾ ഒരുക്കിയിരിക്കുന്നു. രാമക്ഷേത്ര മാതൃകയിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം. ക്ഷേത്രത്തിനായി ശിലകളെത്തിച്ച രാജസ്ഥാനിലെ ഭരത്പൂരിലുള്ള ബാൻസി പഹർപൂരിൽ നിന്നുള്ള ശിലകളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിൽ നിന്നും അയോധ്യാധാമിലേക്ക് നേരിട്ട് സർവീസ് ഉണ്ടാകും. പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് എത്തുന്നവർക്കായി 1000 സർവീസുകളാണ് നടത്തുക. ഗ്രാൻഡ് റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഡിസംബർ 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ഇവിടെ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും.
അതിനുശേഷം വിമാനത്താവളത്തിനോട് ചേർന്നുള്ള മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. വിമാനത്താവളത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് റോഡ് ഷോയായിട്ടായിരിക്കും യാത്ര. ഡിസംബർ 30 പ്രധാനമന്ത്രി മോദിയെ വരവേൽക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കഴിഞ്ഞ ദിവസം നാടക ആസ്വാദകരെ തേടിയെത്തിയ വളരെ ദുഃഖമായ ഒരു വാർത്തയായിരുന്നു നാടക സംവിധായകൻ പ്രശാന്ത് നാരായണന്റെ വിയോഗം. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം രാവിലെ 10 വൈലോപ്പിള്ളി സംസ്കൃത ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് കാലടിയിലെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 3:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം നടക്കുക. കൊച്ചിയിലെ നഗരവീഥികൾ ഇനി LED പ്രഭയിൽ പ്രകാശിക്കും. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 40 കോടി രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി പൂർത്തിയാക്കുക. ഓരോ റോഡിന്റെയും സ്വഭാവവും ഘടനയും അനുസരിച്ചാണ് LED വിളക്കുകൾ സ്ഥാപിക്കുന്നത്. 40,400 LED ലൈറ്റുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നത്. 2000 സ്മാർട്ട് എനർജി മീറ്ററുകളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. ലൈറ്റുകൾ IC4മായി ബന്ധപ്പെടുത്തി ഗ്രൂപ്പ് കൺട്രോൾ സംവിധാനത്തിലൂടെ നിയന്ത്രിക്കാനാകും. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ തെരുവ് വിളക്കുകളുടെ വൈദ്യുതി ചെലവിൽ വലിയ കുറവുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കൊച്ചി കോർപ്പറേഷൻ. 20, 36, 50, 70, 110, 220 എന്നീ വാട്ടുകളിലുള്ള വൈദ്യുതി വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്. എല്ലാ റോഡുകളിലും കൃത്യമായ വിളക്കുകൾ സ്ഥാപിക്കുന്നതോടെ അപകടങ്ങൾ ഒഴിവാക്കാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാധിക്കും. സ്മാർട്ട് റോഡുകളിലെ LED ലൈറ്റ് സ്ഥാപിക്കൽ പൂർത്തിയാകാൻ സമയമെടുക്കും. മറ്റു റോഡുകളിൽ 687 ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എബ്രഹാം മാടമാക്കൽ റോഡ്, ദർബാർ ഹാൾ ഗ്രൗണ്ട് റോഡ്, പാർക്ക് അവന്യൂ റോഡ്, പാർക്ക് അവന്യൂ ലിങ്ക് റോഡ്, ഷൺമുഖം റോഡ്, ബാനർജി റോഡ് എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. വരുന്ന ജൂണോടെ പദ്ധതി പൂർത്തിയാക്കും. ന്യൂസ് 18 കൊച്ചി. ബേപ്പൂർ അന്താരാഷ്ട്ര ജലമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഡ്രോൺ ലൈറ്റ് ഷോ കാണികൾക്ക് ആവേശമായി. 250 ഡ്രോണുകൾ മറീന ബീച്ചിന്റെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഡ്രോൺ ഷോ സംഘടിപ്പിക്കുന്നത്. ബേപ്പൂർ മറീന ബീച്ചിൽ അക്ഷമരായി കാത്തുനിന്ന ആയിരങ്ങൾക്ക് മുന്നിൽ അർദ്ധഗോളാകൃതിയിൽ ഡ്രോണുകൾ പറന്നുയർന്നു. കയ്യടികളോടെ കടപ്പുറത്ത് തടിച്ചുകൂടിയ ആയിരങ്ങൾ ഡ്രോണുകളെ വരവേറ്റു. വെൽക്കം ടു ബേപ്പൂർ, കേരള ടൂറിസം ലോഗോ, ഗോഡ്സ് ഓൺ കൺട്രി, വളയങ്ങൾ, ലൈറ്റ് ഹൌസ്, ഓളപ്പരപ്പിൽ ഒഴുകുന്ന ബോട്ട്, ചലിക്കുന്ന മത്സ്യം, കഥകളി രൂപം, ഇന്ത്യൻ ഭൂപടം തുടങ്ങിയ ദൃശ്യങ്ങൾ ആകാശത്ത് തെളിഞ്ഞു. കേരളത്തിലെ ആദ്യ ഡ്രോൺ ഷോ ബേപ്പൂരിൽ നടത്തിയതിന്റെ സന്തോഷം സ്ഥലം MLA കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് മറച്ചുവെച്ചില്ല. 2023 പുതുമ നിറഞ്ഞു. ആ പുതുമ നിറഞ്ഞതിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഷോ വന്നിരിക്കുകയാണ്. മതസഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആശയം പരത്തുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ ഉത്സവമാണ്. അടിമുടി ജനകീയ കമ്മിറ്റിയാണ്. ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നു. നാടിന്റെ ഐക്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് കൈകോർത്ത് പിടിക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള IIT സ്റ്റാർട്ടപ്പായ ബോട്ട് ലാബ് ഡൈനാമിക്സ് ആണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത്. ഇന്ന് രാത്രിയിലും വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ഡ്രോൺ ഷോ ഉണ്ടാവും. ന്യൂസ് 18 കോഴിക്കോട്. ഇനി ഒരു ദ്വീപിന്റെ വിശേഷങ്ങളാണ്. ഹൃദയത്തിന്റെ ആകൃതിയിൽ കർണാടക തീരത്തുള്ള നേത്രാണി ദ്വീപാണ് അത്. സാഹസിക സഞ്ചാരികളുടെയും പ്രകൃതി സ്നേഹികളുടെയും ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണിത്. സ്കൂബ ഡൈവിംഗിനും കടലിൽ ബോട്ട് ടൂറിനും ഇവിടെ അവസരമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഹൃദയത്തിന്റെ ആകൃതിയുള്ളൊരു സുന്ദരമായൊരു ദ്വീപുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? എന്നാൽ ഇപ്പോൾ കേട്ടോളൂ, അത് മറ്റെവിടെയുമല്ല, നമ്മുടെ കർണാടകയുടെ അതിമനോഹരമായ തീരപ്രദേശത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന നേത്രാണി ദ്വീപാണ് ആകാശത്ത് നിന്നും നോക്കിയാൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണുന്ന ആ സുന്ദരൻ ദ്വീപ്.
കർണാടകയിലെ തീരദേശ പട്ടണമായ മുരുഡേശ്വറിൽ നിന്ന് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ അകലെയായിട്ടാണ് ദ്വീപിന്റെ സ്ഥാനം. കണ്ണെന്നർത്ഥമുള്ള നേത്രയും ദ്വീപ് അർത്ഥമാകുന്ന അനി എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് നേത്രാനി എന്ന പേരുരുത്തിരിഞ്ഞത്. പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടം ഇഷ്ടമാകും. പ്രാവദ്വീപെന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട്. നേത്രാനി ദ്വീപിലെ ബജ്രൻബലി ക്ഷേത്രത്തിലും സഞ്ചാരികൾ ദർശനം നടത്താറുണ്ട്. അണ്ടർ വാട്ടർ സാഹസികതയിൽ താല്പര്യമുള്ള സഞ്ചാരികളുടെ പറുദീസ കൂടിയാണ് ഈ ദ്വീപ്. തീർന്നില്ല കേട്ടോ. സ്നോർക്കലിംഗും നേത്രാനി ദ്വീപിൽ ഏർപ്പെടാം. ഊർജ്ജസ്വലമായ പവിഴപ്പുറ്റുകളെ പര്യവേക്ഷണം ചെയ്യാം. വൈവിധ്യമാർന്ന സമുദ്രജീവികളെ കണ്ടുമുട്ടാം. പാറക്കെട്ടുകളുടെയും തീരപ്രദേശങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് ദ്വീപുകൾക്ക് ചുറ്റും ബോട്ട് ടൂറുകൾ നടത്താം. വാട്ടർ ലൈനിന് മുകളിൽ ഫോട്ടോഗ്രാഫിയിലൂടെയും ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. അങ്ങനെ തുടങ്ങി നിങ്ങളെ അത്ഭുതപ്പെടുത്താൻ നേത്രാനിക്ക് സാധിക്കും എന്നതിൽ തർക്കമില്ല. ബട്ടർഫ്ലൈ ഫിഷ്, പാരറ്റ് ഫിഷ്, ട്രിഗർ ഫിഷ്, ഈൽ എന്നിവ ഉൾപ്പെടുന്ന അതിശയകരമായ വൈവിധ്യമാർന്ന റീഫ് മത്സ്യങ്ങളുള്ളൊരു പവിഴ ദ്വീപ് കൂടിയാണ് നേത്രാനി. പവിഴ മത്സ്യത്തിൽ ഏകദേശം 89,000 ഇനം ഇവിടെയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നേത്രാനി ദ്വീപിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് കൂടി നോക്കാമല്ലേ. ഐതിഹ്യമനുസരിച്ച് ഈ ദ്വീപ് ഒരു കാലത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി കപ്പൽ കയറുന്ന വ്യാപാരികളുടെ ജനപ്രിയ സ്റ്റോപ്പായിരുന്നത്രേ. നൂറ്റാണ്ടുകളായി ഈ ദ്വീപ് കടൽ വ്യാപാരത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മറ്റൊരു വിശ്വാസം ഈ ദ്വീപ് ദൈവത്തിന്റെ കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ് എന്നതാണ്. ഇത് ഈ നാടിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നോക്കാം കായിക വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 32 റൺസിന്റെ ഇന്നിംഗ്സ് തോൽവി. ഒന്നാം ഇന്നിംഗ്സിൽ 163 റൺസ് ലീഡ് വഴങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 131 പുറത്തായി. അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി മാത്രമാണ് ഇന്ത്യയ്ക്കായി അല്പമെങ്കിലും പൊരുതിയത്. കഗിസോ റബാഡ, നന്ദ്രെ ബർഗർ, മാർക്കോ യാൻസൺ പേസ് ത്രയമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം ഒരുക്കിയത്. അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഇരട്ടി സ്വർണ്ണ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ഇടപ്പള്ളി ഷോറൂമിൽ വെച്ച് നടന്നു. ഒന്നാം സമ്മാനം തലച്ചോർ സ്വദേശി സിയാൻ പ്രസന്നന് ലഭിച്ചു. വാങ്ങിയ സ്വർണത്തിന്റെ അതേ തൂക്കമായ 22 പവനാണ് സമ്മാനമായി ലഭിച്ചത്. രണ്ടാം സമ്മാനം പൂവാർ സ്വദേശി ജിസ്തിക്ക് വാങ്ങിയ സ്വർണ്ണാഭരണത്തിന്റെ പകുതി സ്വർണമായ 5 പവനും ലഭിച്ചു. 0% പണിക്കൂലി എന്ന വിപ്ലവകരമായ നിലപാടിലൂടെ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. നറുക്കെടുപ്പിന് AM ആരിഫ് MP നേതൃത്വം നൽകി. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ആമുഖ പ്രഭാഷണം നടത്തി. പദ്ധതി വൻ വിജയമായതോടെ രണ്ടാം പതിപ്പ് 2024 ജനുവരി 1 മുതൽ ജൂൺ വരെ നടക്കും. കൂടാതെ ഇനി വരുന്ന വിവാഹ പാർട്ടികൾക്ക് കൂടെ ഞങ്ങൾ ഇതേ പദ്ധതി ഇരട്ടി സ്വർണം പാർട്ട് 2 അത് ജനുവരി 1 മുതൽ ജൂൺ 30 വരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമസ്കാരം. ഈ പരിപാടി